നരേന്ദ്ര മോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട്. രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ജനാധിപത്യ മൂല്യമുള്ള ഒരു രാജ്യത്താണ്. നമുക്ക് ഒരു ഭരണഘടനയുണ്ട്. അതിൽ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ രാജ്യം തന്നെ തരുന്നത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, സർക്കാരിന് നേരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യം, സർക്കാരിന് നേരെ അനുകൂലിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പദ്ധതികൾ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതികൂലിച്ചുകൊണ്ട് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അത് കാരണം നമ്മളാണ് വോട്ടിട്ട് സർക്കാരിനെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. അതിന് കേരളത്തിലെ സർക്കാരായിരുന്നാലും ശരി, ഇനിയിപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരായിരുന്നാലും ശരി, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നല്ലത് അത് ചൂണ്ടിക്കാട്ടി അതിന് മാർക്കിടുക. ഒരു 5 വർഷം കഴിയുമ്പോൾ അത് കൊള്ളൂല അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ മാറ്റി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ജനങ്ങളുടെ ഏറ്റവും വലിയൊരു കർത്തവ്യം എന്ന് പറയുന്നത്. അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മൾ നിയോഗിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും അതിൽ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുന്നു. അതിൽ നമ്മൾ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ അത് നമ്മൾ കാണിക്കുന്നു. അതാണ് ഒരു മനുഷ്യൻ്റെ രീതി. പക്ഷേ ഒരാളെ, അതിപ്പോൾ കേരള മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ, രാഷ്ട്രപതി ആയിക്കോട്ടെ, ലോക്സഭാ സ്പീക്കർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു വ്യക്തിയോട് നമ്മൾ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, അയാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഒരു വ്യക്തിയോട് നമുക്ക് പലതരത്തിലുള്ള ദേഷ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ആ വ്യക്തിയെ നമുക്ക് കടിച്ചു കൊല്ലാനുള്ള ഒരു ദേഷ്യമുണ്ടാകാം. എന്തൊക്കെയായിരുന്നാലും ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയുമ്പോൾ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു സംസാരം, അതായിരിക്കണം ഒരു മനുഷ്യൻ്റെ ഒരു അടിസ്ഥാനമായ ഒരു വിവരം അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ ഈ രഞ്ജിനി ഹരിദാസിൻ്റെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അതായത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡറും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് താരമൊക്കെ ആയിരുന്നു ജാൻമണിയാണ്. ജാൻമണി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയടക്കമുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. പക്ഷേ ഇതൊന്നും ഒരു പ്രതിഷേധം ഉണ്ടായില്ലേ? അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ആയി. പക്ഷേ ഇതുവരെയായിട്ടും ഒരു തരത്തിലുമുള്ള ഒരു പ്രതിഷേധം ഒന്നും തന്നെ കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇപ്പോൾ ഒരു കേരള മുഖ്യമന്ത്രിയെ പറ്റി അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പ്രസംഗം ഉണ്ടായാൽ ഉടനെ തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാലത്താണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലൊരു ട്രാൻസ്ജെൻഡർ ഒരു പരാമർശം നടത്തിയപ്പോൾ അതിനെതിരെ ഒരു ശബ്ദമുയർത്താനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രതിഷേധം നടത്താനോ നമ്മുടെ കേരളത്തിൽ ആരും ഇല്ലേ എന്നൊരു ചോദ്യമാണ് ഇവിടെ സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ ഉയർത്തുന്നത്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിലാണ് ജാൻമണി പ്രധാനമന്ത്രിയെ പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ അപമാനിക്കുന്ന രീതിയിൽ അതീവ നീചമായ ഒരു പരാമർശം നടത്തിയത്. വീഡിയോയിൽ പ്രധാനമന്ത്രിയുടെ പിതാവായ ദാമോദർ ദാസ് മുൽചന്ദ് മോദിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. 1947 മോദിയുടെ അച്ഛൻ മരിച്ചത്. നരേന്ദ്രമോദി ജനിച്ചതാകട്ടെ 1950. ഫസ്റ്റ് അവന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ, 3 വർഷം അമ്മയ്ക്ക് പ്രഗ്നൻസി ഉണ്ടാകില്ലല്ലോ എന്നിങ്ങനെ പോകുന്നു ഈ ജാൻമണിയുടെ വിവാദമായ വാക്കുകൾ. 1989 തന്റെ 74-ാം വയസ്സിലാണ് ദാമോദർ ദാസ് മുൽചന്ദ് മോദി എന്ന നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചത്. ക്യാൻസർ ബാധയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വിയോഗം. 2022 പ്രധാനമന്ത്രിയുടെ മാതാവ് അന്തരിക്കുന്നത്. രഞ്ജിനി ഹരിദാസിന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റായാണ് ജാൻമണി ഇപ്പോൾ നിൽക്കുന്നത്.